ഹായ് ഗൈസ്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഫൈറ്റാണ് ലൂഫി വേഴ്സസ് ലൂച്ചി. മിക്കവാറും അത് ഈ എപ്പിസോഡിൽ തന്നെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടുപേരും കണ്ണും കൊണ്ട് തന്നെ മല്ലയുദ്ധം നടത്തുന്നുണ്ടാവും. മിക്കവാറും ഈ എപ്പിസോഡിൽ അത് കൈകൊണ്ട് നടക്കും. നമുക്ക് കാണാം. നേവി ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ന്യൂസ് ഇവിടെയും പറഞ്ഞു സ്ട്രോ ഹാറ്റ്സ് എഡ്ഗഡിലെത്തിയിരുന്നു. സക്കാസ്കി ഓ വേഗപ്പങ്കുമായിട്ട് ടൈപ്പായി എന്ന രീതിയിലെല്ലാം ന്യൂസ് കറക്റ്റ് ന്യൂസ് ഇവിടെ എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പം സോഹാസിനെ വലിയൊരു ഫോഴ്സായിട്ട് അവർ കരുതുന്നുണ്ട്. ഓക്കെ, കിസാറോ ഇങ്ങനെ പറന്നു പോയാൽ പോലെ പെട്ടെന്ന് എത്തത്തില്ലേ? ലൈറ്റ് അല്ലേ? അപ്പോഴേ തന്നെ പോകണമെന്നുണ്ടോ? ടൈം എടുത്ത് പോകാനായിരിക്കും. പോട്ടെ, ടൈമിന് വന്നാൽ മതി. No matter what, don't let him fight. ഓക്കെ, ലൂഫിയുടെ പവർ അപ്പം ഫ്ലീറ്റ് അഡ്മിറൽ വരെ മനസ്സിലാക്കി. അപ്പം ബോണി ആരെടുക്കും? ഓക്കെ ഓക്കെ, ട്രാൻസ്ഫോം മാറി കമ്മിത്തസോ. പിന്നെ ഇപ്പൊ ഫൈറ്റ് ടൈം ജീംബെ, ഫൈറ്റ് ടൈം. ലുക്ക് വാട്ട് യു ഡൺ. ഐ ഡോണ്ട് ഗിവ് ഇറ്റ്. അവൾ ഇഞ്ചർ ആയി കൊണ്ടുപോകി. ലൂഫി വരുമെന്ന് തോന്നുന്നുണ്ടോ? നോ. ആ മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചാൽ പിന്നെ നടത്തിയിട്ട ചെയ്യത്തോ, എന്തെങ്കിലും അടുത്ത കാര്യം നോക്കത്തോളൂ. ഫുഡിൻ്റെ ഒഴിച്ച് ഫൈറ്റ് ഗായ്സ്, ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഓഹോ, ആ പഞ്ചാബ് പിടിച്ചിട്ടുണ്ട്. ലൂഫി മാത്രമല്ല സ്ട്രോങ് ആയത്, ബേസ് ഫോമിലല്ലേ രണ്ടുപേരും. ആനിമേഷനൊക്കെ പക്ക. ഓ, ഫിംഗർ പിസ്റ്റള്. ഓ, കാര്യമില്ല. ആർമമെന്റ് ഹാക്കി. കുറച്ച് ബാക്കോട്ട് നീങ്ങോള്. ഓഹോ, ബോസ്, ലെജൻഡറി ബോസ്. ഗിയർ 2. ഓക്കെ, ഗിയർ 2 അല്ല ഗിയർ 5 ചോദിക്കുന്നത്. ഗിയർ 5 ഡയറക്റ്റ് ഗിയർ 5 ട്രാൻസ്ഫോർമേഷൻ ആക്കി മിക്കവാറും. ഹാക്കി വേവിലെല്ലാം തെറിച്ചു നോക്കി. സ്മൂത്ത് ട്രാൻസിഷൻ. ഫുള്ള് കോമഡി ആയിരിക്കും മിക്കാറും. ഒന്നും ചെയ്യാതെ നോക്കി. പക്ഷേ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവർക്കും അറിയത്തില്ലല്ലേ? ജീബയ്ക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വോറിയർ ഓഫ് ലിബറേഷൻ എന്ന് മിക്കവാറും സ്ട്രോഹാസ് ജീബയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ തോന്നുന്നു. ലൂച്ചി മാത്രമല്ല, ഞാനും എക്സ്പെക്ട് ചെയ്യാത്തൊരു മൂവായിപ്പോയത്. ആ പൊടി പോലും നോക്കി റബ്ബറൈസ്ഡ് ആക്കി. ഓക്കെ, ബാക്കി സ്ട്രോഹാർട്സ് കാണുന്നുണ്ട്. ലൂഫി ഗോട്ട് ബ്ലീച്ച്ഡ്. ഓക്കെ, ദാറ്റ്സ് എ ലൂഫി ഹു കിക്ക്ഡ് കൈഡോസസ്. ഓക്കെ, നമ്മുടെ ഷാക്കിക്ക് മനസ്സിലായി വൈറ്റ് പൂൾ. ഷാക്കിയിൽ നിന്ന് ഒറിജിനൽ വേഗ പങ്ക് പറഞ്ഞു. അനിമേഷനൊക്കെ കൊള്ളാം. ഹൈബ്രിഡ് നീലേ എവേക്കനായോ? എവേക്കൻ ഫോം അവനുണ്ടാ ബാക്കിൽ. എവേക്കൻ ഫോമിനാണ് സാധാരണ ആ ഒരു ക്ലൗഡ്. എവേക്കൻ ഫോം ആ ഇവരും കണ്ടിട്ടല്ല ആ ഫോം. ബെല്ലമിയുടെ മൂവ് പോലെ ഭയങ്കര ഫാസ്റ്റ്. പിന്നെ ബെല്ലമി സ്പ്രിങ് ആണ്, ബട്ട് ഇത് ഓടിക്കൊണ്ടുള്ളത് സോഹൻ ടൈപ്പ്. സോഹൻ അങ്ങനെ റെയർ ആയിട്ടാണല്ലേ ഇതാണത്. ഇപ്പം ആ അനിമലിന്റെ ആ ഒരു കണ്ണു നോക്കി, ആ ഒരു മെന്റാലിറ്റി ചിലപ്പം കാണുമെന്നു. ബട്ട് കിസ്മയ്യാസ് എന്നാണ്, കിക്മയ്യാസ് ആണ്, ഞാൻ കറക്റ്റ് കണ്ടല്ലേ. ബട്ട് എനിക്കറിയാം ഈ ഫൈറ്റ് കാരണം അവിടെ എല്ലാം നശിക്കും. ഓക്കെ, ഷാക്ക് അടുത്ത് ഓടി വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് വോറിയർ അപ്പിയർ. ട്രാൻസ്ഫോർമേഷൻ അവർക്ക് പോലും അറിയത്തില്ല. ഗം ഗം പവർ നോ. എല്ലാ ഫ്രൂട്ട്സിനും എല്ലാ ഫ്രൂട്ടും ഇവർക്ക് അറിയാവോ? എൻസൈക്ലോപീഡിയ കൊണ്ടെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു 100-100 മേളിൽ ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ട് വൺ പീസിൽ ഇതുവരെ. അതിനെല്ലാത്തിനും
ഒരു ലോഗോ ഉണ്ടോ? എങ്ങനെ അറിയും ഇന്ന ഫ്രൂട്ട് ആണെന്ന്? ടേസ്റ്റ് ചെയ്തതിന്റെ പവറൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലെന്നും കണ്ടാൽ തന്നെ മനസ്സിലാവോ? What happened to your captain? The appearance of his? He resembles a being in the old books. He resembles a god. Luffy. Luffy is an idiot. Appearance of a god. അവരുടെ ക്യാപ്റ്റൻ അവർ ഗോളാണെന്ന് തിരിച്ചറിയുന്നു. ലിബറേഷ് also known as the sun god. സൺ ഗോഡ് എങ്ങനെ അറിയാനാ? എല്ലാം ഹിസ്റ്ററി ആണ്, എല്ലാം ഹിസ്റ്ററി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ all things are brought into this world because are decided. ഓക്കെ ആളുകളുടെ ആഗ്രഹങ്ങളിൽ നിന്നാണ് ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാവുന്നതെന്ന്. ഡെവിൾ ഫ്രൂട്ട് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആസ്പിറേഷൻ ഫോർ ഹ്യൂമൻ എവല്യൂഷൻ. ഓക്കെ ഐ വാണ്ട് ടു ബി ലൈക്ക് ദിസ്. ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലേ? ദ പവർ യൂസേഴ്സ് അത് വൺസ് who live in different realities that someone dreamed. ആരെങ്കിലും മതിയല്ലേ, അവർ തന്നെ ചിന്തിക്കണമെന്നില്ല. ദിസ് ഇസ് മൈ തിയറി. വേഗപ്പം അങ്ങനെ കയറില്ല, തട്ടത്തില്ല. കേട്ട് മൊത്തം നശിപ്പിക്കും. സെന്റർമാരും പ്ലേ ഗ്രൗണ്ട് അല്ലോ. സയൻസ് ടീമിന്റെ ക്യാപ്റ്റൻ. ഓ പുള്ളിയുടെ ഡേ ഓഫ് ആണെന്ന്. ചുമ്മാതല്ല പുള്ളി ഇവരെ കാണാഞ്ഞത്. എന്താ ചെയ്തത്? ഓക്കെ അവരുടെ കയ്യിൽ ആ ഒരു ഇതുണ്ട്. ഒരു സൈഡിൽ അവരുടെ ഉള്ളിലുള്ള ലിക്വിഡ് എന്തോ കാണാനായിട്ടൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് പോലെ. ഇവിടെ നോക്കി നോക്കി ഞാനറിയാതെ എനിക്ക് മോനോ ഫേവർ എന്തിന് സേവിങ് യു ഫ്രം പോവർട്ടി. ഓക്കെ പോവർട്ടി അങ്ങനെ ചിരിച്ചുള്ള പറ്റിയ കാര്യമല്ല. കേസ് സെൻറ്റോമൊപ്പം സ്ട്രോൾസിൻ്റെ കൂടെ നിൽക്കും. They got 3 Seraphim. ഇവർക്ക് ഒന്നേ ഉള്ളൂ, പക്ഷെ വന്നിട്ട് കാര്യമില്ല. യെസ് പറഞ്ഞ പോലെ തന്നെ തീർന്നു. 4 ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കൂടെ ആണ്. തീർന്നു. കാക്കുവിന് മാത്രമല്ല സ്റ്റൂഷിക്കും ചാടാൻ പറ്റുമല്ലേ? സ്റ്റൂഷി എന്നാണ് വളരെ പ്രൊണൗൺസിയേഷൻ. സ്റ്റൂഷി എന്നാണ്. സ്റ്റസി എന്ന രീതിയിൽ കണ്ട സ്പെല്ലിംഗ് തോന്നുക. ഹയറാർക്കി ഓഫ് അതോറിറ്റി. ഓക്കെ ഇവർക്ക് മേളിലാണ് നമ്മുടെ ക്യാപ്റ്റൻ്റെ ഐ മീൻ റിസർച്ച് ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ അതോറിറ്റി. അപ്പോൾ അതിന് മേളിലായിരിക്കും. ഏറ്റവും മേളിൽ എൽഡേഴ്സാണ് മൂവി. അത് കഴിഞ്ഞാണ് വേഗാപങ്ക്. ഇവർക്ക് ആദ്യമേ വെച്ചുകൂടായിരുന്നു. പിന്നെ സെൻറ്റോമാർ മൂന്നാമത്. അത് കഴിഞ്ഞായിരിക്കും ഇവന്മാരൊക്കെ. സെൻറ്റോമാരുടെ ഓർഡർ ആയിരിക്കും ഇവർക്ക് മേളിൽ കേൾക്കുന്നതെന്ന്. എനിക്കിവിടെ പുതിയ ഫോം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലൂഫി അത്ര ഇതായിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗം ഗം വാട്ട് മോളെ പറയാൻ മറ്റേ കുഴി. ഓ പിടികെട്ടി എവിടെയെങ്കിലും കൊടുത്താൽ മതി. Guys, straw hat and the spectrum rocket. Okay. Goa. Old CP0 back. ഇവര് പോലും അറിയാതെ ക്ലോൺസ് ഉണ്ടാക്കി. ഒരു കൂസല് നടന്നല്ലോ. ക്യാമ്പസ് കേക്ക്. വേറെന്താ പ്ലാൻ? ഓ ഫ്ലിങ് ഷോട്ട്, ഹെഡ് ബട്ട് അടുത്ത് മതിരി പറ്റിച്ചു വെച്ച്. ആക്സോ കുറെ നാൾ ഇവരെ കണ്ടോട്ടെ. ഓ സംസാരിച്ചോണ്ടെങ്കിൽ മറ്റാക്കി ചെയ്യാൻ പോകാൻ തോന്നുന്നു. സെൻറ്റോമാര് നല്ലെണ്ണം കൊടുത്തത് ഫിംഗർ പിസ്റ്റൾ അല്ല, കൈമത്തുവാ. നേരത്തെ പറഞ്ഞ പോലെ അതോറിറ്റി ഇല്ലാതൊക്കെ ചെയ്തായിരിക്കും. ഹാൻഡ് പിസ്റ്റൾ മൈരൻ പിന്നെയും അറ്റാക്ക് ചെയ്യുന്നു. ഇത് തന്നെ
കൊടു. ഒന്നല്ല, ഇപ്പൊ 2 പേരായി. സെന്റോമാരു ചാവല്ലേ? ഇത്ര വർഷത്തിന് ശേഷം പുള്ളി തിരിച്ചു കൊണ്ടുവന്നതാ. തിരിച്ചു കൊണ്ടുവന്നിട്ട് അത്ര സ്ക്രീൻ ടൈം പോലും കിട്ടിയില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്ട്രോ ഹാർട്സ് പൈററ്റ്സ് അറിഞ്ഞിരിക്കുകയാണ് അവരുടെ ക്യാപ്റ്റൻ ഒരു ഗോഡാണെന്ന്. ഐ മീൻ, അവർ ഇത്രയും നാൾ വിചാരിച്ചിരുന്ന ആ ഗം ഫ്രൂട്ട് അല്ല, അത് എന്തായിരുന്നു, ഹിത്തോനോമി മോഡൽ നിക്ക, ഹ്യൂമൻ ഫ്രൂട്ട് നിക്ക എന്ന ഗോഡിൻ്റെ, സൺ ഗോഡിൻ്റെ പവറുള്ള ഒരു ഡെവിൾ ഫ്രൂട്ടാണ് ഇത്ര നാളും കഴിച്ചിരുന്നത്. കറക്റ്റ് ആ ഒരു ഫ്രൂട്ടിൻ്റെ പേര് പറയുന്നില്ല, ബട്ട് ഇന്നത് കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈറ്റ് വോറിയർ ഓഫ് ലിബറേഷൻ. ലൂഫിയുടെ ആ ഒരു 5th ഗിയർ കണ്ടപ്പോൾ നമ്മുടെ ജീബയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇത് നമ്മുടെ സൺ ഗോഡാണെന്ന്. ബിക്കോസ് പുള്ളി മുന്നേ സൺ പൈററ്റ്സിൻ്റെ ഒരു അംഗമായിരുന്നു. അവർ പ്രാർത്ഥിച്ചിരുന്ന, അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു നമ്മുടെ നിക്ക. നമ്മുടെ വാനൽ വെച്ചുള്ള ഹൂസുമായിട്ടുള്ള ഫൈറ്റിൽ തന്നെ നമ്മുടെ ജീംബയ്ക്ക് കുറച്ച് കാര്യം അറിയാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറുക്കൻ്റെ അടുത്ത് നിനക്ക് കുറേ ചോദിക്കുന്നുണ്ടായിരുന്നു, സൺ ഗോഡിനെ കുറിച്ച് പറ, അതിനെക്കുറിച്ച് പറ എന്നൊക്കെ പറയുമ്പോഴത്തെ 1 ഷോട്ട് ജീംബ കാര്യം തീർക്കാനുണ്ടായത്, ഒന്നും പറയാതെ തന്നെ. ജീംബയ്ക്ക് കുറച്ച് കാര്യം അറിയാമെന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ മനസ്സിലായി. മാത്രമല്ല ബാക്കിയുള്ള സ്ട്രോ ഹാർട്സിനോടും നമ്മുടെ വേഗപ്പങ്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് കാര്യമെന്ന്. ബട്ട് നമ്മുടെ സോറോയും ബ്രുക്കും മാത്രം കേട്ടിട്ടില്ല, എന്താവും എന്തോ. പിന്നെ നമ്മുടെ സാഞ്ചി പറയുന്നുണ്ടായിരുന്നു ഗോഡെന്ന് പറയുമ്പോഴത്തേന് ലൂഫി ഈസ് ആൻ ഇഡിയറ്റ്. ബട്ട് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു, മേ ബി ആ ഒരു ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു ഡെവിൾ ഫ്രൂട്ട് ചൂസ് ചെയ്ത്. ഇതിനകത്ത് പറയുന്നുണ്ട് ഓരോരുത്തരുടെ ആഗ്രഹം കാരണമാണ് ഈ ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പം ലൂഫിക്ക് മുന്നേ ആണ് ഈ ഡെവിൾ ഫ്രൂട്ട് ഓൾറെഡി ഉണ്ടായത്. അപ്പോൾ ആ സെയിം ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം നമ്മുടെ ജോയ് ബോയ്. പിന്നെ നമ്മുടെ ബ്രുക്ക് ഇതുപോലെ മരിക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബുക്കിന് അങ്ങനെയുള്ള ഡെവിൾ ഫ്രൂട്ട് ഉണ്ടായത്, ഐ മീൻ കിട്ടിയത്. പിന്നെ ആരൊക്കെയായിരുന്നു? നീക്കോ റോബിൻ എന്തായിരിക്കും അങ്ങനെ ചിന്തിച്ചത്? എനിക്കറിയത്തില്ല. ചോപ്പറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വേണമെങ്കിൽ പറയാം നമുക്ക്. ചോപ്പറിൻ്റെ ഇതൊക്കെ എല്ലാവരും ഒരു ബ്ലൂ നോസ് കാരണം ഒഴിവാക്കിയതുകൊണ്ട് ഈ മനുഷ്യരെല്ലാം കൂട്ടോട്ട് ജീവിക്കുന്നതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടും എല്ലാം ചിന്തിച്ച് കാണണം, ഇതേപോലെ ഹ്യൂമൻ ഫ്രൂട്ട് പോലെ ആഗ്രഹിച്ച് കാണണം, മേ ബി. പിന്നെ കറക്റ്റ് നമുക്ക് ലൂഫിയുടെ കാര്യം, ലൂഫിക്ക് എന്തുകൊണ്ട് അങ്ങനെ കിട്ടിയതെങ്കിൽ ലൂഫിയുടെ കുറച്ച് എന്താ പറയുക, അത്രയ്ക്കും നല്ലതായിട്ടുള്ള ചിന്ത. പിന്നെ ലൂഫിയുടെ ഡ്രീം എന്താ നമ്മൾ കേട്ടിട്ടില്ല, മേ ബി അതും കൊണ്ടായിരിക്കും ലൂഫിക്ക് ആ ഒരു ഫ്രൂട്ട് ലൂഫിയെ തേടി വന്നത്. കാര്യം അതിന് അതിൻ്റേതായ ഒരു മൈൻഡ് ഉണ്ടെന്നായിരുന്നു പറച്ച് ഹിത്തോനോമി മോഡൽ നിക്ക. ഫൈറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല, ഫൈറ്റൊക്കെ എപ്പിക് ഫൈറ്റ്. ഇനിയാണ് കാര്യം. ഇപ്പം ഓൾറെഡി നമ്മുടെ അറ്റ്ലസിനെ ഇടിച്ച് പഞ്ഞിക്കാക്കി അവിടെ ഇട്ടതുകൊണ്ടാണ് നമ്മുടെ ലൂഫി ഫൈറ്റ് തുടങ്ങിയത്. ബട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലൂഫി ഫൈറ്റ് ചെയ്ത ആളുകളൊക്കെ പിന്നെ കാണുമ്പോൾ ലൂഫിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട് കണക്കാം. ലൂഫി അങ്ങനെ നമ്മുടെ സെൻറ്റോമാരനെ കണ്ട് സെൻറ്റോമാരോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് സെൻറ്റോമാരന് നമ്മുടെ പസഫിസ്റ്റിയുടെ മുകളിലുള്ള ഒരു ആധിപത്യം കാരണം, അല്ലെങ്കിൽ അതിനെ കമാൻഡ് ചെയ്യാനുള്ള ഒരു CP0 ഉള്ള ഒരു പവർ കാരണം സെൻറ്റോമാരനെ പുറകിൽ നിന്ന് ആക്രമിച്ച് കൊന്നോ അറിയത്തില്ല. ബ്ലഡ് ഒലിച്ച് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ചാവാൻ സമ്മതിക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ അതും കൂടെ കണ്ടപ്പോൾ തന്നെ ലൂഫി നല്ല കലിയിലാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഒരു ഗ്രില്ല്